ഇന്നങ്ങനെ നമ്മുടെ 5th ഡേ ആണ്. ഇപ്പം പറമ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ വാഴയൊക്കെ എന്തായാലും നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയുണ്ട്. അപ്പം വെള്ളം ഒഴിക്കുന്ന പരിപാടികളൊന്നും വെള്ളം ഒഴിക്കണ്ട. ഇപ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ അത്യാവശ്യം നല്ല രീതിക്ക് മഴയുണ്ട്. അപ്പം തറയൊക്കെ നല്ല രീതിക്ക് നനഞ്ഞു കിടക്കുവാണ്. ഇപ്പം വന്ന് നോക്കിയപ്പോഴേക്കും നമ്മുടെ വാഴയ്ക്ക് കുറച്ച് ഡെഫിഷ്യൻസീസ് കാണുന്നുണ്ട്. ഇത് കണ്ടോ, ഇലയൊക്കെ ഒരു രീതിക്ക് ഹാർഡായിട്ട് ചുരുണ്ട് പോവുകയാണ്. സോ അത് ഞാനിപ്പം അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് ബോറോൺ കാൽഷ്യം അതിൻ്റെ എന്തോ ഡെഫിഷ്യൻസി ആണെന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റിയത്. ഇടയ്ക്ക് ഒരാഴ്ച മുന്നേ ഒരു സ്പ്രേ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ബോറോണും കാൽഷ്യവും. പക്ഷേ എന്നിട്ടും ഇപ്പോൾ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നെക്സ്റ്റ് നമ്മുടെ മെയിൻ വളം, രണ്ടാമത്തെ വളം ഇടാൻ ടൈമായി. അപ്പോൾ അതിൽ ക്ലിയർ ആവുമെന്നാണ് പറയണത്. അതിൽ ക്ലിയർ ആയില്ലെങ്കിൽ ഇനി വീണ്ടും ചിലപ്പോൾ സ്പ്രേ ചെയ്യേണ്ടി വരും. പിന്നെ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട് പിടിക്കുന്നതാണ്. ഞാൻ ആക്ച്വലി ഇത് ഒരു 2 ആഴ്ച മുന്നേ ഈ സൈഡൊക്കെ ക്ലീൻ ചെയ്ത് പോയതായിരുന്നു. ഈ സൈഡ് ക്ലീൻ ചെയ്ത് പോയി. അപ്പോൾ ഒരു സൈഡിൽ ഞാൻ ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെത്തുമ്പോഴത്തേക്കും അടുത്ത സൈഡ് വീണ്ടും ഫുള്ള് കാടായിട്ട് വരുവാണ്. ഈ സെക്ഷനിലൊക്കെ ഇപ്പോൾ വീണ്ടും പുതിയതായിട്ട് കാട് പൊടിച്ച് വരുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ക്ലീൻ ചെയ്തതായിരുന്നു. സോ ഇപ്പം മഴ തുടങ്ങിയതിന് ശേഷം കാട് പിടിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു മെയിൻ പരിപാടി. കാട് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യം ടാസ്ക്കുള്ള പരിപാടിയാണ്. അത് ഇത്രയും ഏരിയ ഉള്ളതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി വരുമ്പോഴത്തേക്കും അടുത്ത സൈഡ് ഫുള്ള് പണിയാവും. ഞാൻ ഇതുവരെ ക്ലീൻ ചെയ്തതാണ്. ഇനി അങ്ങോട്ട് ഫുള്ള് കാടാണ്. അത് ഏകദേശം ഒരാൾ പൊക്കത്തിൽ കാട് കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യം ടാസ്ക് പരിപാടിയാണ്. ഇനി അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് അടുത്ത ആഴ്ച വളവും കൂടി, അടുത്ത ആഴ്ച സെക്കൻഡ് വളം ഇടണം. സോ അങ്ങനെയാണ് ഇപ്പം നമ്മുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ പോകുന്നത്. വാഴ അത്യാവശ്യം ഇപ്പോൾ ഒരു 2 മാസം ആയിട്ടുണ്ട്. 2 മാസത്തെ വളർച്ച എത്തിയിട്ടുണ്ട്. സോ അതൊക്കെയാണ് പരിപാടികൾ. ബാക്കി ഇനി നോക്കണം. ബാക്കി കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട്. സോ